ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറച്ച് മെഷീനുകളും കുറച്ച് ഓപ്പറേറ്ററുമായിട്ട് ഇന്നലെ തുടങ്ങിയ പ്രവർത്തനമാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. എക്സ്കവേറ്ററായിട്ടും അതുപോലെ ചെറിയ ഇറ്റാച്ചി മെഷീനായിട്ടും JCB എല്ലാ മെഷീനറികളും ഇവിടെ ക്രഷർ യൂണിറ്റുമായിട്ടും എല്ലാവരും നല്ല രീതിയിൽ നല്ല ടൈപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് കർണാടകയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ ഉദ്യോഗസ്ഥർ പറഞ്ഞ ആവശ്യമാണെങ്കിൽ അവർ വണ്ടി വിട്ടുതരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമൊക്കെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ വലിയ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള JCB, ഹിറ്റാച്ചി ഒക്കെ സൗജന്യമായി ഇവിടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് CEO-യാണ്. അതായത് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഏകദേശം 25-ലധികം JCB-യും ഹിറ്റാച്ചികളും ഇവർ എത്തിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനം? ഇവിടുത്തെ പ്രവർത്തനം വയനാട് ജില്ലാ കമ്മിറ്റിയും മറ്റ് CEO ഞങ്ങൾ കേരളത്തിലെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു സംഘടനയാണ് CEO. ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഓരോ ജില്ലയിൽ നിന്നും അവരോട് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ പ്രകാരം വയനാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറച്ച് മെഷീനുകളും കുറച്ച് ഓപ്പറേറ്ററുമായിട്ട് ഇന്നലെ തുടങ്ങിയ പ്രവർത്തനമാണ്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി 8 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുവരെ ഇവിടെ പ്രവർത്തനങ്ങളായിട്ട് സജ്ജീകരണമായിരുന്നു. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, വാഹനങ്ങൾ കടത്തിവിടാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചു, സംഘടനാ തലത്തിലും മറ്റും സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാന വാഹനങ്ങളെല്ലാം കടത്തിവിട്ടു. ഇപ്പോൾ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റ് ജില്ലകളിലെ ആളുകളും വരുന്നുണ്ടോ? വരുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മൾ പ്രവർത്തകരെ വിളിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ഓപ്പറേറ്റർ കമ്മിയുള്ള ഭാഗത്തേക്കുള്ള ആളുകൾ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ പള്ളിയുടെ മുകളിൽ 2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇപ്പോൾ മെഷീനറി കൂടുതൽ, ഒരു 12ഓളം മെഷീനറി ഇപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ട്. അവിടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് എത്രത്തോളം എക്യുപ്മെന്റ്സ് ഉണ്ടാവും? അത് കറക്റ്റ് എക്യുപ്മെന്റ്സ് മെഷർ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല. രാത്രിയിൽ 8-10 മെഷീനറി വന്നത് നമ്മൾ റൂമിൽ പോയതിന് ശേഷം അവർ വന്ന് ഓരോ സൈറ്റിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. എന്നാലും ഒരു 25-30 വണ്ടികളോളം ഇവിടെ ഈ അസോസിയേഷൻ്റെ രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വയനാട് ജില്ലയിൽ നിന്നും ഒരുപാട് വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട്. എക്സ്കവേറ്ററായിട്ടും അതുപോലെ ചെറിയ ഇറ്റാച്ചി മെഷീനായിട്ടും JCB എല്ലാ മെഷീനറികളും ഇവിടെ ക്രഷർ യൂണിറ്റുമായിട്ടും എല്ലാവരും നല്ല രീതിയിൽ നല്ല കോറായിട്ട് നല്ല ടൈപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഷീനറി വരുന്നുണ്ട്. കുറച്ചുകൂടി മെഷീനറികൾ ആവശ്യമുണ്ടെന്ന് ഇവിടുന്ന് അറിയിച്ചിട്ട അടിസ്ഥാനത്തിൽ പല മേഖലയിൽ നിന്ന് വിളിച്ച് പല മെഷീനുകളും വരാന്നുള്ളത് എല്ലാ ഓണർമാരും നല്ല രീതിയിൽ തന്നെ അവർ സഹകരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ നിന്ന് അത് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് പറയപ്പെടുന്നു. എന്താന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അത് ഡിപ്പാർട്ട്മെന്റ് അവരറിയിച്ച പ്രകാരം അവർ വരുത്തുന്നതാവും. അത് അറിയില്ല അതിനെക്കുറിച്ച്. വന്നിട്ട് മൊത്തത്തിൽ പുറത്തുനിന്ന് മെഷീനുണ്ട്. തമിഴ്നാട് കർണാടകയൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ ഉദ്യോഗസ്ഥർ പറഞ്ഞ ആവശ്യമാണെങ്കിൽ അവർ വണ്ടി വിട്ടുതരാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ അവരുടെ ഒരു സഹായം കൂടി ഈ ദുരിത മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അസോസിയേഷൻ്റെ കീഴിൽ തന്നെ 30-ലധികം വാഹനങ്ങൾ ഇവിടെ എത്തി. ഇപ്പോൾ ഈ മെഷീനുകൾ ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഈ അസോസിയേഷൻ്റെ കീഴിലുള്ള വാഹനങ്ങളും എക്യുപ്മെൻസും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്നും രഞ്ജിത്ത് എസ്പിളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.